ഈ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്ന സന്ധ്യ, ആ സന്ധ്യയ്ക്ക് മാതൃത്വം എന്തെന്നറിയില്ല എന്ന് വിചാരിച്ച് അവൾ പുഴയിലേക്ക് എറിഞ്ഞതിന്. കാരണം ചിൽഡ്രൻ വെൽഫെയറിൽ അവൾ ഇതിനെപ്പറ്റിയുള്ള ദുഃഖകഥ പറഞ്ഞാൽ മതിയായിരുന്നു. അവൾക്ക് തീരെ നിവൃത്തിയില്ല. മകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായിട്ടാണ് അവൾ ആ പെൺകുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞത്. അപ്പം അതവൾക്ക് മനസ്സിലായി. ഇനി അവൻ ആ കുട്ടിയെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതാരാണോ ഇവരുടെ ബന്ധു എന്ന് പറയുന്ന ഭ്രാന്തൻ, ആ വികാരഭ്രാന്തൻ, ആ കാമഭ്രാന്തൻ, ഈ കൊച്ചു കുഞ്ഞിനോട് ഈ പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി അവൻ ചെയ്ത ഈ ദ്രോഹം, അവൻ ഈ കുറ്റം ചെയ്തതിന് അവൻ ഇനി അവന് മൂത്രം പോലും ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം അവനെ. ആ രീതിയിൽ അവനെ കണ്ടുപിടിച്ച് അവനെ വെളിപ്പെടുത്തണം. അവനെ ലോക്കപ്പിലിടണം. അവനെ കൊച്ചു കുഞ്ഞുങ്ങളെ തിരിച്ചറിയില്ല, പറക്കം പറ്റാത്ത കൊച്ചു കുട്ടികളെ ഇങ്ങനെ ഭാര്യയ്ക്ക് തുല്യമായി ലൈംഗിക അതിക്രമം ചെയ്യുന്നതിന് ഇവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അവനെ വെളിപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അവൻ മൂത്രം പോലും ഒഴിക്കാൻ പറ്റാതാക്കണം അവൻ്റെ ഇത്. അവൻ ഇനി ലൈംഗികപരമായി ആരെയും അവൻ ഇങ്ങനെ ചെയ്യരുത്. നല്ലൊരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഐശ്വര്യമുള്ള ആ മുഖം കണ്ടാൽ തന്നെ ആർക്കും അതിനെ കൊലപ്പെടുത്താൻ കഴിയില്ല. കുട്ടിയുടെ നഴ്സറിയിൽ അംഗനവാടിയിലുള്ള ടീച്ചർമാർക്കൊക്കെ എന്ത് ഇഷ്ടമുള്ള കുട്ടിയെന്നറിയാമോ? നിഷ്പ്രയാസം അതിനെ ഇങ്ങനെ അതിദാരുണമായി അതിനെ കൊലപ്പെടുത്തിയത്. ഈ കുട്ടി വളർന്നു വന്നാലും ഇവൾക്ക് ഇതൊരു ശല്യമായി തോന്നിക്കാണും. ഇവനെ കൊണ്ട് നിവർത്തിയില്ലാതെ ഇവനെ കൊലപ്പെടുത്താൻ അവൾക്ക് കഴിയില്ലായിരിക്കും. അപ്പോൾ ആൾക്കാരുടെ അടുത്ത്, ജനങ്ങളുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരു അഭിമാനക്കേട്, അന്തസ്സേട്, അവൾക്ക് ഉപജീവനത്തിന് പോകണം. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇനി വളർന്ന് വലുതാവാൻ ഇവൻ സമ്മതിക്കില്ല എന്നുള്ള അവളുടെ തോന്നൽ കൊണ്ട്, അവളുടെ ആ ധാരണ, അവൾ കുഞ്ഞിനെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ച് അവനെ വെളിപ്പെടുത്തി കൊണ്ടുവന്ന് അവന് തക്ക ശിക്ഷ, കഠിനമായ ശിക്ഷ കോർട്ട് മുഖാന്തരവും നമ്മൾ പോലീസ് സ്റ്റേഷൻ മുഖാന്തരവും. ഈ നിരപരാധികളെ ക്രൂശിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ തന്നെ ക്രൂശിക്കണം. ഇവന്മാരിനി ജീവിച്ചിരിക്കല്ലേ ഈ ലോകത്ത് നിന്ന് ഇവന്മാരെ മാറ്റപ്പെടണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ജനങ്ങൾക്ക്.